ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വിഭവം വന്നിട്ട് എഗ്ഗ് ചപ്പാത്തി ചിക്കിയതാണ് കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നലെ തലേന്നുണ്ടാക്കിയ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 ചപ്പാത്തി ഉണ്ട്. ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു. എന്നിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി വന്ന സമയത്ത് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പച്ചക്കുത്തലൊന്ന് മാറിയപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്ന് മാറി കിട്ടിയപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതൊന്ന് ചിക്കി. ഇനി നമ്മളുടെ ഈ മുട്ട ചിക്കലിനൊരു മസാല വേണം. അതിനു വേണ്ടി നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച നമ്മുടെ ചപ്പാത്തി ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം 2 കൊത്ത് കറിവേപ്പിലയും കൂടെ നമ്മളുടെ ഈ ചപ്പാത്തിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് മിച്ചം വരുന്ന ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആസ്വദിച്ചത് കഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അടിപൊളിയാണ് ഈ റെസിപ്പി. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ബൈ, ടാറ്റാ.